വെൽക്കം ബാക്ക് ടു റിച്ചു. നൈസ് ടു മീറ്റ് യു. റിച്ചു തിരിച്ചു വരികയാണ്. ഞങ്ങളെ വിളിക്കാൻ പോവാണ്. വലയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് കച്ചി പറഞ്ഞ മാതിരി റിച്ച് തിരിച്ചു വരികയാണ്. അപ്പൊ ഞങ്ങൾ ഓനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അബുദാബി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ അടിച്ച് ഇറങ്ങി, എണ്ണ ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. അപ്പോ ഇനി ബാക്കി ഓനെ കൂട്ടിയിട്ട് വരാം. നല്ലൊരു അറിവ് കിട്ടി. അക്കുന്റെ നല്ലൊരു അറിവ് 2 കിട്ടി. എൽ പി ജിന്റെ ഫുൾ ഫോം എന്താണെന്ന് എന്താണോ? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. പിന്നെ വേറെ ഒന്നും കൂടി കിട്ടി, BMW ഫുൾ ഫോം. ഒന്ന് പറയണക്കോ പ്ലീസ്. അക്കോ ഒന്ന് പറയടാ, നമ്മളെ പ്രേക്ഷകരെ അറിയാൻ വേണ്ടിട്ടല്ലേ. എന്താ മറന്നല്ല BMW അല്ലേ? അങ്ങനെ തോന്നുന്നു. അറിയില്ല, മറ്റാണ് പർച്ചേസൊക്കെ അറിയണോ എന്നാ പിന്നെ അതിന്റെ ഫുള്ള് പറഞ്ഞിട്ടെ BMW അല്ലേ, നമുക്കത് കേക്കാം. അറിയണോ കമന്റിലിട്ടെ BMW ഫുൾ എന്താണെന്നുള്ളത്. നമുക്കറിയണത് നമ്മൾ പറഞ്ഞു. എന്തേന്ന് ഒന്നുകൂടി പറഞ്ഞൊന്ന് സ്ട്രോങ് സൗണ്ട് കൂട്ടി പറഞ്ഞു. ഗായ്സ് നിങ്ങൾ പറയട്ടെ BMW ഫുൾ എന്താണെന്നുള്ളത്, ഫുൾ ഫോം എന്താണെന്ന്. ഞാൻ കണ്ടെടുത്തോളല്ലേ, എനിക്ക് പറയാനുള്ളത് മറ്റേ ടാറ്റിന്റെ മോളോട് നല്ലൊരു ഇതുള്ള വെച്ചാല് ഇപ്പൊ വില നോക്ക്, ടയോട്ടോ നോക്ക്, ആ ബ്രാൻഡ് അവിടെ തന്നെ നിർത്തി. അതിന് പോലെ ആദ്യം വെച്ചാൽ ചിലപ്പോ ഓല് എന്താ ഇത് ലക്ഷറിക്ക് വേണ്ടിട്ട് പുതിയ ഒരു എംബ്ലം കണ്ടെത്തി. ഇല്ല, ടയോട്ടോ ഇത് അതേമാതിരി ടാറ്റ നാട്ടിലുണ്ട്. ടാറ്റ നല്ല നല്ല വണ്ടികൾ വരുന്നുണ്ട്. ഈ പഴയ എംബ്ലം വെച്ച എന്ത് പറഞ്ഞാലും നമ്മളാ പഴയ ഇൻഡിക്കോ ലെവലിലാണ് ഇപ്പൊ എല്ലാം ചിന്തിക്കുന്നത്. ഇനി ടാറ്റ ഇതേമാതിരി വേറൊരു നല്ലൊരു എംബ്ലം. അത്രയും ക്വാളിറ്റി എംജി നല്ല വണ്ടി, ചൈന വണ്ടിയാണ്. എന്നിട്ട് പോലും നാട്ടിൽ നല്ല മാർക്കറ്റുണ്ട്. അതാണ് സ്പെക്ക് കൊടുക്കണ്ടേ, നല്ല രീതി കൊടുക്കണ്ടേ. പക്ഷെ അതിലും അടിപൊളി വണ്ടിയാണ് നമ്മുടെ ടാറ്റ. അതൊക്കെ ടാറ്റ ഇനി ഇതേമാതിരി ലക്ഷസ് ഒക്കെ ചെയ്തില്ല, അതേമാതിരി ചെയ്താൽ മതി. നല്ല മാർക്കറ്റ് കിട്ടും. ടാറ്റ നല്ല ഉറപ്പുതൊക്കെയുള്ള വണ്ടിയുടെ നല്ല വണ്ടിയുടെ കാലോടെ വണ്ടികളുണ്ട്. പക്ഷെ നമ്മളെ പഴയ മനസ്സിനുള്ളിൽ ഇപ്പോഴും ടാറ്റ ഒരു ഇതിലേക്ക് വരുന്നില്ല. അതാ പറഞ്ഞ ഇനി എപ്പോഴും മാറ്റി തന്നെ ഇറക്കണോ? സർവീസ് പോരാ. ഞാനിപ്പോ അടുത്ത് ഇത് കണ്ട നാട്ടിൽ ഏറ്റവും തോന്നെ സെയിലായ വണ്ടി അത്ര പഞ്ച്. പഞ്ച് ഞാൻ ഇപ്പൊ നാട്ടിൽ പോയിട്ട് പഞ്ചും ടീയാകും മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ ഞാനെടുത്ത് കണ്ടു. അപ്പൊ എല്ലാരും പഞ്ച് എടുക്കണ്ട, കാരണം ഒന്നാമത് സർവീസ് ഒരുപാട് സർവീസ് സെന്റർ ഉണ്ട്. പക്ഷെ എന്താ സർവീസ് ഇപ്പൊ പഞ്ച് വന്നോണ്ട് മറ്റേ പെട്രോൾ അടിക്കണ്ടല്ലോ, ലൈഫ് ടൈം ആണ്. മറ്റേ ബാറ്ററി കൊടുക്കണം. ഞാനൊരു തരണ വേണ്ടി മാത്രം ഇപ്പോഴുള്ള അവസ്ഥ ഈ ആളുണ്ട്. ഒന്നിനും ആൾക്കാരെ കിട്ടാനില്ല. ആൾക്കാർക്കാണെങ്കിലോ ഭയങ്കര ഇതാണ്. നാട്ടില് പണിയില്ലാന്ന് പറയും. ആൾക്കാരായിട്ട് ഫ്രീയും ഇല്ല. ഒരു ദിവസേ പണിക്കാരെ വിളിച്ചിട്ടാ, അർജന്റ് പണി ഇന്ന് തീർക്കണം, അർജന്റ് പണിയാ. വിളിച്ച പറയണേ പള്ളിയിലായിട്ട് കൊടുക്കണ്ടേ, അതായത് ലീവാണ്. അതായത് മറ്റേ നമ്മൾ പള്ളിയിലായിട്ട് കൊടുക്കില്ലടാ, കൊടുക്കണ്ടേ, അതുകൊണ്ട് ലീവാണ്. അപ്പൊ ചിലത് പറഞ്ഞാണ്. പിന്നെ പുതപ്പ് ഇങ്ങനെ പൊക്കി നോക്കും, ഇന്ന് മഴ. ഓലൊക്കെ പറ്റ പട്ടിണിയായി നിന്നാലേ പഠിക്കാനോ, അല്ലാത്ത പഠിക്കാനൊന്നും. ഇൻസ്റ്റഗ്രാമിൽ ചെക്കൻ ഒരു വീഡിയോ കണ്ടു. അതായത് ഞാൻ ഇന്ന് തെങ്ങേറി 1200 കിട്ടി, അതിനുള്ള പൈസ മതി പറഞ്ഞിട്ട് കൊണ്ടുണ്ട് മുടിയൊക്കെ വന്നിട്ട്. തെങ്ങാണ് തന്നെ എന്ത് പറഞ്ഞാലും തെങ്ങമ്മക്കാണത്. അതല്ലടാ,
തെങ്ങേറാൻ സംഭവം ഇല്ല. ഞാൻ നാട്ടിൽ ആ പോയി കല്ല് ചോദിച്ചതാ. ഓടിക്കൊണ്ട് ഞാൻ നാട്ടിൽ ബിസിനസ് ഒരു പക്കച്ച് തെങ്ങ് അത് നാട്ടിൽ പോയി ഞാൻ തെങ്ങേറാൻ നോക്കിയിട്ട് ഒരു മനുഷ്യന് കിട്ടാനില്ല. ഞാൻ എത്ര ലക്ഷം അറിയോ, എന്നിട്ട് ഞാൻ വേണ്ട പോന്നു. വാപ്പിച്ചോട് വെച്ച പറഞ്ഞേ തെങ്ങേറാൻ ആളെ കിട്ടാനില്ല. പിന്നെ എന്താണ് വാപ്പിച്ച് ഓരോ ആഴ്ച പോയി നോക്കാ തേങ്ങ വീണോ. അതൊരു അവസ്ഥ നാട്ടില്. ചെറിയ തെങ്ങൊക്കെ ചെറുതായിട്ട് കയറിട്ടാ മതിടാ. ചെറുതെങ്ങല്ല. ഞാൻ അതുപോലെ തന്നെ പൈങ്ങ വരക്കണേനും എത്ര രൂപയാണ് പൈങ്ങ? പൈക്ക് എന്താടാ? അടക്ക ആ അങ്ങനെയാണ് പറഞ്ഞാ പോരെ. പറയണം. പറഞ്ഞാക്ക കേട്ടിട്ടുണ്ട് മറ്റേ കശുവണ്ടിക്ക് പൈങ്ങടാ, അത് മറ്റേ അടക്ക പച്ച സാധനം പറിച്ച് നമ്മ വെക്കൂലേ, അതിന്റെ പോലെ എങ്ങടാ അടക്ക. അടക്ക അല്ല, പുറത്തടക്കാന്ന് അറിയും, പച്ചടക്കാന്ന് അറിയും. ഇല്ല, അതിന് പൈങ്ങ പറയുന്ന പറയാം. ഇതിലത്തെ കാണിച്ചിട്ടുണ്ട് കാർ പാർക്കിംഗ്. വെച്ചോ. ഇടിയാണ് വ്ളോഗാടാ. വൃത്തിയായിട്ട് ബ്ലോഗ് ഇട്ടില്ലേ ഞാൻ പോണെന്ന്. എന്തോരാണോ അത്? എത്ര പൊടിയാണ്? എണ്ണ പറ്റൂലല്ലോ. ഇത് നോക്കല്ലോ.